ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. എന്താ പേര്? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചതഞ്ഞയോടെ ഞാൻ ഒഴിച്ചു കളയുന്ന ദൈവമല്ല, പുകയുന്ന തിരി കെടുത്തുന്ന ദൈവമല്ല, വിലാപങ്ങളെ ഞാൻ നൃത്തമാക്കുന്ന ദൈവമാണ്. ചതഞ്ഞയോടെ മനുഷ്യൻ തള്ളിക്കളയും, എന്നാൽ ദൈവാത്മാവ് നീ ഉപയോഗമുള്ളതാക്കി ബലപ്പെടുത്തുന്നത് പോലെ പുകയുന്ന തിരിയുടെ സാന്നിധ്യം മനുഷ്യന് ഇഷ്ടമല്ല, അതിനെ കെടുത്തിക്കളയും. എന്നാൽ കരിന്തിരികളെ മുറിച്ചു മാറ്റി ഇടിച്ചെടുത്ത തെളിവുള്ള ഒരുവണ്ണെ ഒഴിച്ച് തെളിവായി കത്തിക്കുന്നത് പോലെ ജീവിതത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന വിലാപങ്ങളെ അഴിച്ച് നെറ്റിനെ അഴിച്ച് സന്തോഷം ഉടുക്കുമാറാക്കുന്നത് പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. യോശുവ എനിക്ക് വിലയേറിയവനാണ്. അനേക കൊള്ളികൾ കത്തിച്ചാമ്പലാകുന്നതിന്റെ ഇടയിൽ നിന്നൊരു മനുഷ്യൻ കരം നീട്ടി ഒരു കൊള്ളി വലിച്ചെടുത്തത് പോലെ ഞാൻ നിന്നെ വലിച്ചെടുത്ത ദൈവമാണ്. എന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ യോശുവയെ ദൈവം ഉത്സവ വസ്ത്രം അണിയിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വീണ്ടും ഞാൻ നിന്നെ അണിയിക്കുന്ന വസ്ത്രം ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ദൂതായിട്ട് പറയുന്നു. യാക്കോബ് 12 മക്കൾ യാക്കോബിനുണ്ട്. അതിൽ താൻ സ്നേഹിച്ച മകനായ യോസേഫിനെ നിലയങ്കി നെയ്തു കൊടുത്തു. എന്നതുപോലെ ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ നിന്റെ ജീവിതത്തിന്റെ രട്ടിനെ അഴിച്ച് ഞാൻ നിന്നെ സന്തോഷം ഉടുക്കുമാറാക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. തള്ളിക്കളഞ്ഞവർ നിന്നെ അംഗീകരിക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. നിനക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ നിന്നെ മാർവോട് ചേർക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്റെ തള്ളി വിശ്വസ്തയോടെ നിന്നുകൊള്ളുക. നിന്റെ കാൽ വഴുതുകയില്ല എന്ന്, നീ ഭയപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുന്നു. എന്താ പേര്? ജിബിൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജിബിനോട് ഇപ്രകാരം ആലോചനയായി പറയുന്നു, എന്റെ സന്നിധിയിൽ വിശ്വസ്ത